വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ടയെ പറ്റിയാണ്. ഇന്ന് കുറെ കോഴികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴിനെ വേണ്ടിയിട്ട് ഒരു കോഴി 4 മുട്ടയിട്ടാണ്, ഒരു സ്പെഷ്യൽ മുട്ടയാണ്. ആ മുട്ടയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഗൈസ് ആ മുട്ട. കാഴ്ചയില് സാധാരണ മുട്ട തന്നെയാണ്. കാഴ്ചയില് നോർമൽ സാധാരണ മുട്ട. ഇതിപ്പോ നെക്കി നോക്കുമ്പോഴാണ് അമ്മാമ്മന്ന് മുട്ട എടുത്തിട്ട് ഇത് കോഴി ഇപ്പൊ തന്നെ ഇട്ടാണ്. കോഴിന്റെ തീറ്റ എടുക്കുന്ന പാത്രത്തിലുണ്ടായിരുന്നു. അമ്മാമ്മ പോയി എടുത്തിട്ട് വന്നാണ്. എടുത്തപ്പം ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചത് മുട്ട ഒന്ന് മെല്ലെ തൊട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഗൈസ് കോഴി ആദ്യമായിട്ടിട്ട മുട്ടയാണ് ഗൈസ്. കാഴ്ച സ്വാഭാവിക സാധാരണ ഒരു മുട്ട. ആ മുട്ട എടുത്തു വെക്കുമ്പോഴാണ് സാധാ മുട്ട തോടില്ല. നോർമൽ മുട്ട ഞാനിപ്പോൾ കാണിച്ചത്. നോർമൽ മുട്ട ഈ മുട്ട തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ 2 മുട്ടയുണ്ട്. ഒരെണ്ണം നമ്മുടെ നോർമൽ മുട്ടയാണ് ഗൈസ്. ഒരെണ്ണം നമ്മുടെ സാധാ മുട്ട, നോർമൽ മുട്ട. ബട്ട് ഇത് അതേപോലെ അല്ല ഗൈസ്. ഇതിനോട് ഇതുണ്ടോ, ഇത് നല്ലപോലെ നെങ്ങുണ്ട്. ഒരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിൽ ഇങ്ങനെ മുട്ട 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടല്ലോ അങ്ങനെ ഇങ്ങനെ ആവുന്നത്. പക്ഷെ ഇത് ഒറിജിനലായിട്ട് കോഴി ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഗൈസ്. ഈ മുട്ട കോഴി ഒറിജിനലായിട്ട് ഈ കോഴി ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഗൈസ് മുട്ട ഇരിക്കുന്നത്. ഈ വെറൈറ്റി മുട്ടേനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ അടിപൊളി മുട്ടയാണ്, ഇതിൽ വെറൈറ്റി മുട്ട. അപ്പോൾ ഞാൻ ഈ മുട്ട കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഇത് അറിയിക്കും തോന്നി. അതുകൊണ്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇനി മുതൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. കണ്ടൻസ് ഒന്നും അതിന് കിട്ടില്ല ഗൈസ്. ഇനി കണ്ടു കിട്ടുമ്പം ഇനി അടുത്തടുത്ത് തന്നെ അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ മുട്ടയെ പറ്റി ഇന്നത്തെ വീഡിയോ. ഇനി തുടർന്ന് വീഡിയോ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ബോക്സ് ഓണാണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ബൈ ബൈ എല്ലാം ചെയ്യുക.